തെലുഗുദേശം പാർട്ടിയും ബി.ജെ.പിയുമായുള്ള സീറ്റ് ധാരണയിൽ അനിശ്ചിതത്വം. ഇന്ന് വീണ്ടും ടി.ഡി.പി അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു ബി.ജെ.പി ദേശീയ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. 7 ലോക്സഭാ സീറ്റുകൾ മാത്രം സഖ്യകക്ഷികൾക്ക് വിട്ടു നൽകാനാണ് ടി.ഡി.പിയുടെ തീരുമാനം. അച്യുതൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഗുഡ് മോർണിംഗ്. പറയൂ അപ്ഡേറ്റ്സ്. ഗുഡ് മോർണിംഗ് എസ്.കെ. ഈ പ്രധാനമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400-ലധികം സീറ്റുകൾ NDA നേടണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പല പാർട്ടികളുമായി ഇത്തരത്തിൽ സഖ്യത്തിൽ ഏർപ്പെടാൻ കൂടി BJP തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഈ TDPയെ വീണ്ടും NDAയിൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നത്. പക്ഷേ ഈ സീറ്റ് ധാരണ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ ഇപ്പോഴും ഒരു ധാരണയിലെത്താൻ ഇരു കൂട്ടർക്കും കഴിഞ്ഞിട്ടില്ല. കാരണം TDP സഖ്യകക്ഷികൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആകെ സീറ്റുകൾ 7 ഇതിൽ BJPക്ക് 4 സീറ്റുകൾ നൽകാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ BJPക്ക് അതിയായ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം BJP 8-ന് മുകളിൽ സീറ്റുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ആ ആവശ്യം എത്രത്തോളം TDP അംഗീകരിക്കുമെന്നുള്ളതാണ് ഇനി കാത്തിരിക്കേണ്ടത്. എന്തായാലും കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും പാർട്ടി അധ്യക്ഷൻ JP നദ്ദയുമായും TDP അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്നാൽ ആ കൂടിക്കാഴ്ചയിലുണ്ടായ തീരുമാനങ്ങൾ അതൊന്നും തന്നെ, അതായത് ഈ സീറ്റ് സംബന്ധിച്ചുള്ള ധാരണയിലെത്താൻ ചർച്ചകൾ ഇന്ന് ഡൽഹി കേന്ദ്രീകരിച്ച് ഇന്നും BJP ദേശീയ നേതൃത്വവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ ഒരു സീറ്റ് ധാരണയിലെത്തിയാൽ TDP NDA സഖ്യം ഒരുമിച്ച് ചേർന്നുകൊണ്ടായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക. ഓക്കെ, താങ്ക് യു അച്യുതൻ.